സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ അനുപല്ലവി. രാജേശ്വരി കടുപ്പത്തിലുണ്ടാക്കിയ ചായയുമായി വന്നപ്പോൾ ആലോചനാമഗ്നനായി ബാലകൃഷ്ണൻ നായർ സെറ്റിയിലിരിക്കുന്നുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് വന്ന വേഷത്തിലായിരുന്നു അപ്പോൾ അദ്ദേഹം. ഇത് കുടിക്ക്, തലവേദന മാറും. രാജേശ്വരി ചായ നീട്ടി. അദ്ദേഹം അത് വാങ്ങി കയ്യിൽ തന്നെ വെച്ചതല്ലാതെ കുടിച്ചില്ല. ഇപ്പോഴും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബാലേട്ടാ. എതിർവശത്തെ സെറ്റിയിൽ രാജേശ്വരി ഇരുന്നു. വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണവുമില്ല. കാരണം ആ DYSPയെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് അയാൾ. അന്വേഷിച്ചറിഞ്ഞ് സത്യം ബോധ്യപ്പെട്ട ശേഷമാണ് അയാൾ എന്നെ വിളിച്ചത്. ബാലകൃഷ്ണൻ നായർക്ക് ഒരു സംശയവുമില്ലായിരുന്നു. പക്ഷേ എന്തിനവർ അത് ചെയ്യണം? എന്നിട്ടും രാജേശ്വരിക്ക് ബോധ്യപ്പെട്ടില്ല. രാഹുലുമായിട്ടുള്ള കല്യാണം മുടങ്ങിക്കഴിയുമ്പോൾ അവരുടെ മോനെ കൊണ്ട് നമ്മുടെ മോളെ കല്യാണം കഴിപ്പിക്കാൻ രണ്ടും നടന്നില്ലേ? ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതിനുവേണ്ടി 2 ലക്ഷം രൂപ മുടക്കുക എന്നൊക്കെ പറഞ്ഞാൽ 200 കോടി കയ്യിലുള്ളവർക്ക് 2 ലക്ഷം നിസ്സാരമാണ്. അവരുടെ കണക്കുകൂട്ടലുകൾ കൃത്യമായിരുന്നു. ബാലകൃഷ്ണൻ നായർ തളർച്ചയോടെ സെറ്റിയിലേക്ക് ചാഞ്ഞു. പക്ഷേ ബാലേട്ടാ, അവർ ആദ്യത്തെ കല്യാണം മുടക്കിയത് അവർക്ക് നമ്മുടെ മോളെ തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടായിട്ടല്ലേ? അതുകൊണ്ട് നമ്മൾ അത് ക്ഷമിക്കുന്നതല്ലേ നല്ലത്? അങ്ങനെ വിചാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല രാജി. ചതിയിലൂടെയല്ലേ അവർ അത് ചെയ്തത്? അതും എൻ്റെ മുഖത്ത് കരിവാരി തേച്ച്. എങ്ങനെ അത്ര ആളുകളുമായി ബന്ധം വെക്കാൻ പറ്റും? അദ്ദേഹം ചോദിച്ചു. ബാലേട്ടൻ പറഞ്ഞു വരുന്നത് അതോർത്തപ്പോൾ രാജേശ്വരി ഒന്ന് ഞെട്ടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ ചോദിച്ചു. രാവിലെ ഹരികൃഷ്ണൻ ഒന്ന് വരാൻ പറയാം. അവനുമായി ഒന്ന് ആലോചിച്ചിട്ട്. തൽക്കാലം മോൾ ഇതൊന്നും അറിയണ്ട, അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ എനിക്ക് വയ്യ അവളോട് പറയാൻ. അവളുടെ മനസ്സ് തകരും. ആദ്യത്തേത് മാറിപ്പോയി, ഇനി രണ്ടാമത്തേതും. എൻ്റെ കുഞ്ഞിന് എന്തോ ശാപം കിട്ടിയിട്ടുണ്ട് ബാലേട്ടാ. അല്ലെങ്കിൽ പിന്നെ. രാജേശ്വരി കരഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും ബാലകൃഷ്ണൻ നായരുടെ മനസ്സ് മാറിയില്ല. പല്ലവി ഒന്നും അറിഞ്ഞില്ല. അവൾ എപ്പോഴോ വന്ന് അത്താഴം കഴിച്ചു. വീണ്ടും മുറിയിൽ കയറി വാതിലടച്ചിട്ട് പഠിച്ചു. ബാലകൃഷ്ണൻ നായർക്കും രാജേശ്വരിക്കും ആ രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഹരികൃഷ്ണനെ ഫോണിൽ വിളിച്ചതനുസരിച്ച് അയാൾ വന്നു. എന്താ ബാലേട്ടാ? ബാലകൃഷ്ണൻ നായരുടെയും രാജേശ്വരിയുടെയും മുഖത്തെ മ്ലാനത കണ്ട് ഹരികൃഷ്ണൻ തിരക്കി. ഒരു പ്രശ്നമുണ്ട് ഹരി, ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. എന്താണ്? പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ച് ബാലകൃഷ്ണൻ നായർ അയാളോട് വിശദമായി സംസാരിച്ചു. കാര്യത്തിന്റെ ഗൗരവം അയാൾക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ ഇക്കാര്യം അറിഞ്ഞില്ലെന്ന് നടിക്കുന്നതാ ബാലേട്ടൻ നല്ലത്. ഒടുവിൽ ഹരികൃഷ്ണൻ പറഞ്ഞു. അതെന്താ? ഒരിക്കൽ മോതിരമിടൽ കഴിഞ്ഞ കുട്ടിയാണ്. അത് അവർ തന്നെ വന്ന് ഊരിക്കൊണ്ടുപോയി. അപശകുനം തന്നെയാ അത്. സംശയമുണ്ടോ? അയാൾ ചോദിച്ചു. ബാലകൃഷ്ണൻ നായർക്കും രാജേശ്വരിക്കും മറുപടിയില്ലായിരുന്നു. രണ്ടാമതൊരാലോചന വന്നു. നമുക്കത് സ്വീകാര്യമായി തോന്നി. അതിന്റെ ജാതകവും മാറ്റവും നടന്നു. രണ്ടാമത്തേത് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പല്ലവി മോൾക്ക് അത് താങ്ങാൻ പറ്റുമോ? അവളുടെ ചോദ്യത്തിന് നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും? ആരും ഒന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ കാര്യം, പല്ലവി മോളെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടും അവളെ തന്നെ ഭാര്യയായി വേണമെന്ന് ആ പയ്യൻ ആഗ്രഹിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ മരുമകളായി അവളെ തന്നെ വേണമെന്ന് അവന്റെ അമ്മ ആഗ്രഹിച്ചതുകൊണ്ടോ അല്ലേ അവർ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്? അത് നമുക്ക് ക്ഷമിച്ചുകൂടെ? ഹരികൃഷ്ണൻ ചോദിച്ചു. എനിക്കും അതേ അഭിപ്രായമാണുള്ളത്. അവളെ സ്നേഹിക്കുന്ന വീട്ടിലേക്കല്ലേ അവൾ പോകേണ്ടത്, അല്ലാതെ മനുഷ്യത്വത്തെക്കാളേറെ അന്തസ്സും അഭിമാനവും വലുതെന്ന് വിചാരിക്കുന്നവരുടെ അടുത്തേക്കാണോ? രാജേശ്വരി ചോദിച്ചു. രണ്ടുപേർ പറഞ്ഞതും ശരിയാണെങ്കിലും ബാലകൃഷ്ണൻ നായരുടെ മനസ്സിൽ പിന്നെയും ഒരു അതൃപ്തി അവശേഷിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ ഗോപിനാഥാണ് വിളിക്കുന്നത്. ആരാ? അദ്ദേഹത്തിന്റെ മുഖഭാവം മാറിയത് കണ്ട് രാജേശ്വരി ചോദിച്ചു. ആ ഗോപിനാഥാണ്. എന്നാൽ വേഗം കോൾ എടുക്കൂ ബാലേട്ടാ. അയാൾ വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. ലൗഡ് സ്പീക്കറിലിട്, ഞങ്ങൾക്കും കേൾക്കണം, ഹരികൃഷ്ണൻ പറഞ്ഞു. ബാലകൃഷ്ണൻ നായർ കോൾ എടുത്തു. ഹലോ സർ, ഇത് ഗോപിനാഥാണ്, ആലപ്പുഴയിൽ നിന്ന്. മനസ്സിലായി സർ. ഞാനിപ്പോൾ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഒരു വാർത്ത അവിടെയും വരും. കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണയുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകൂറായി. എന്തു വാർത്ത?
സാറിന്റെ കാറിൽ 2 ലക്ഷം രൂപ കൊണ്ടുവച്ചത് RK അസോസിയേറ്റ്സിന്റെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച പണമാണെന്ന് അവിടെ വിവരം കിട്ടിയേക്കും. അതിൽ കുറച്ച് സത്യവുമുണ്ട്, ഗോപിനാഥ് പറഞ്ഞു. ഹരികൃഷ്ണനും രാജേശ്വരിയും ആ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പരസ്പരം ഒന്ന് നോക്കി. മനസ്സിലായില്ല, ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. ജീവൻ എന്നും പ്രതീഷ് എന്നും പേരുള്ള 2 പേരാണ് സാറിന്റെ കാറിൽ ആ പണം കൊണ്ടുവന്ന് വെച്ചത്. RK അസോസിയേറ്റ്സിലെ സ്റ്റാഫായിരുന്നു ജീവൻ. ഓഫീസിൽ ക്രമക്കേട് കാണിച്ചതിനെ തുടർന്ന് അവനെ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ പിരിച്ചുവിട്ടിരുന്നു. കനകാംബരൻ എന്ന ഒരുത്തന്റെ ബന്ധുവാണ് ഈ ജീവൻ. ബാലകൃഷ്ണൻ നായർ പറഞ്ഞ് കനകാംബരനെക്കുറിച്ചും ഹരികൃഷ്ണനെക്കുറിച്ചും രാജേശ്വരിക്ക് അറിയാമായിരുന്നു. പ്രതീഷും ജീവനും ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. ഓഫീസ് ആവശ്യത്തിനു വേണ്ടി പ്രതീഷിനെ കൊണ്ട് ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ പിൻവലിപ്പിക്കാൻ വിട്ടെങ്കിലും അവൻ ആ പണവുമായി മുങ്ങി. കൂട്ടത്തിൽ ജീവനുമുണ്ടായിരുന്നു. സാറിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കനകാംബരൻ അവരെ ഉപയോഗിക്കുകയായിരുന്നു. ഗോപിനാഥ് ഇതൊക്കെ പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഈ വിവരം അറിയുമ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചേനെ, ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. നമ്മൾ അറിയാതെ രഹസ്യമായി പലതും നടക്കും സാർ. പലപ്പോഴും നമ്മളത് അറിയുമ്പോഴേക്കും വൈകിപ്പോകും. പ്രതീഷിനെ ഞങ്ങൾ അന്ന് തന്നെ പിരിച്ചുവിട്ടു. 2 പേർക്കുമെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ദേവി ഏട്ടത്തി സമ്മതിക്കുന്നില്ല. സാരമില്ല, നമ്മളിനി അത് വലിയ സംഭവമാക്കണ്ട ഗോപിനാഥ്. വലിയ പബ്ലിസിറ്റി കിട്ടാതെ അതാരും അറിയാതെ അങ്ങനെ പോകട്ടെ. ശരി സാർ, താങ്ക് യു. കോൾ കട്ടായി. ഇപ്പോഴെങ്ങനെയിരിക്കുന്നു ബാലേട്ട? നമ്മൾ അറിയുന്നതെന്ന്, സത്യം വേറൊന്ന്. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കയറെടുക്കാൻ പാടില്ല, ഹരികൃഷ്ണൻ പറഞ്ഞു. മനസ്സ് വല്ലാതെ വിഷമിച്ചു പോയി. ഇപ്പോഴും ആശ്വാസമായത്. പുത്തരിയിൽ കല്ല് കടിച്ചതുപോലെയാ എനിക്ക് തോന്നിയേ, ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ആ ഗായത്രി ദേവിയെ കണ്ടാൽ തന്നെ അറിയാമല്ലോ, അവർ തറവാടിത്തമുള്ള സ്ത്രീയാണെന്ന്. ഒരിക്കലും അവർ അത്തരം പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുകയില്ല, രാജേശ്വരി പറഞ്ഞു. അപ്പോഴാണ് പല്ലവി അവളുടെ മുറിയിൽ നിന്ന് വന്നത്. 3 പേരും പെട്ടെന്ന് നിശബ്ദരായി. അവർ 3 പേരെയും ഒന്ന് നോക്കി. ഏതോ ഗൂഢാലോചനയുടെ മണമടിക്കുന്നുണ്ട്, ഗൗരവം നടിച്ച് അവൾ പറഞ്ഞു. ഒരു കല്യാണം നടത്താനുള്ള ഗൂഢാലോചനയിലാണ് ഞങ്ങൾ, ഹരികൃഷ്ണൻ പറഞ്ഞു. അതെയോ? ആരുടെ കല്യാണം? ആലപ്പുഴയിലുള്ള ഒരു ഗായത്രി ദേവിയുടെ മകൻ അനുരാഗിന്റെ. പല്ലവി അത് കേട്ട് പരിഭവം അഭിനയിച്ച് എല്ലാവരെയും ഒന്ന് നോക്കി. ഇവിടെ ഒരുത്തി കല്യാണപ്രായം കഴിഞ്ഞ് പുര നിറഞ്ഞു നിൽക്കുന്നു. ആ കൊച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാകാതെ വല്ലയിടത്തും കിടക്കുന്ന ഏതോ ഒരുത്തിന്റെ കാര്യത്തിലാ നിങ്ങൾക്ക് താല്പര്യം. അവൾ പറഞ്ഞത് കേട്ട് 3 പേരും പൊട്ടിച്ചിരിച്ചു. അവളും ചിരിച്ചു. RK അസോസിയേറ്റ്സിന്റെ ഹെഡ് ഓഫീസിലെ ഗോപിനാഥിന്റെ ഓഫീസ് മുറി. റിവോൾവിംഗ് ചെയറിൽ ഇരുന്നുകൊണ്ട് അയാൾ മാനേജർ മദനഗോപാലിനെ ഒന്ന് നോക്കി. മേശയുടെ എതിർവശത്ത് ഉത്തരവ് പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു മദനഗോപാലൻ. അന്നത്തെ ദിവസം മുതൽ ജീവനും പ്രതീഷും നമ്മുടെ സ്റ്റാഫല്ല. ആ ഡേറ്റ് വെച്ച് അവരുടെ പിരിച്ചുവിടൽ നോട്ടീസ് തയ്യാറാക്കണം. അത് ഫയലിലിടണം. ശരി സാർ, ഇതൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് 2 പേരോടും പറയണം. ശമ്പള സഹിതം 2 മാസത്തെ അവധി പോലെ കണക്കാക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ മതി. മദനഗോപാലൻ തലകുലുക്കി. പോലീസിന് അവർ അങ്ങനെ മൊഴി കൊടുത്തതാണ് കുഴപ്പമായത്. ഗോപിനാഥ് അനിഷ്ടം മറച്ചുവെച്ചില്ല. പോലീസ് അവരെ ശാരീരികമായി ഉപദ്രവിച്ചു സാർ, നിവൃത്തിയില്ലാതെയാണ്. സാരമില്ല, കേസ് പിൻവലിക്കാൻ ഞാൻ ബാലകൃഷ്ണൻ നായരെ പ്രസ് ചെയ്യാം. അയാൾ സമ്മതിക്കും, അല്ലെങ്കിൽ സമ്മതിപ്പിക്കും. ഗോപിനാഥ് പറഞ്ഞാൽ അത് നടത്തിയിരിക്കുമെന്ന് മദനഗോപാലൻ അറിയാമായിരുന്നു. ശരി, പൊയ്ക്കോളൂ. അനുവാദം കിട്ടിയപ്പോൾ മദനഗോപാലൻ വാതിൽ തുറന്ന് മുറിയിൽ നിന്നിറങ്ങി. അപ്പോഴാണ് ജയന്തിയുടെ വിളി വന്നത്. ഹലോ. അയാൾ കോൾ എടുത്തു. എന്തായി കാര്യങ്ങൾ? അവൾ ചോദിച്ചു. ഒന്നും പറയാറായിട്ടില്ല. കല്യാണം നടക്കുമോ? നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് വരുമോ? അവൾ ചോദിച്ചു. വരും, വരണം, എനിക്ക് കാണണം. ഒരു മനസ്സമാധാനവുമില്ല, അവൾ പറഞ്ഞു. ഞാൻ വരാം. വരുമ്പോൾ സന്തോഷ വാർത്ത തരണം. തരാം. ശരി, വയ്ക്കുക. ജയന്തി ഫോൺ കട്ട് ചെയ്തു. ഗോപിനാഥ് സ്വയം ഒന്ന് ചിരിച്ചു. പാവത്തിന് ഇപ്പോൾ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, അനുരാഗിന്റെയും പല്ലവിയുടെയും വിവാഹം നടന്നു കാണണം. അന്ന് സന്ധ്യ കഴിഞ്ഞ് അയാൾ ജയന്തിയുടെ വീട്ടിലെത്തി. പതിവ് ഫിൽട്ടർ കോഫി കുടിച്ച് തീരുന്നതുവരെ അവൾ വിശേഷമൊന്നും ചോദിച്ചില്ല. അയാൾ പറഞ്ഞതുമില്ല. നമുക്ക് അകത്തേക്ക് പോകാം, അവൾ കിടപ്പുമുറിയിലേക്ക് ക്ഷണിച്ചു. ജഗൻ എവിടെ? എഴുന്നേറ്റുകൊണ്ട് അയാൾ ചോദിച്ചു. പുറത്തു പോയതാണ്, വന്നില്ല.
ആൺകുട്ടികൾക്ക് 8 മണിവരെ സ്വാതന്ത്ര്യം കൊടുക്കാം. അത് കഴിഞ്ഞാൽ വീട്ടിലെത്തണം. നീ അത് കർശനമായി അവനോട് പറയാം. സാരംഗി മോൾ എക്സ്കർഷന് പോകുന്നത് എന്നാണ്? അടുത്ത ഫ്രൈഡേ ഈവനിങ് പോയിട്ട് സൺഡേ നൈറ്റ് വരും. ജഗൻ സ്കൂളിൽ ചെന്ന് കൊണ്ടുവരില്ലേ? അല്ലെങ്കിൽ കാർ അയക്കാം. നോക്കട്ടെ. ബെഡ്റൂമിലെത്തിയപ്പോൾ ജയന്തി വാതിൽ ചേർത്തടച്ചു. എനിക്കൊരു ഡ്രിങ്ക് വേണം, അയാൾ കട്ടിലിൽ ഇരുന്നിട്ട് പറഞ്ഞു. അവൾ അയാളെ ഒന്ന് നോക്കി. കഴിഞ്ഞയാഴ്ച കൊണ്ടുവന്നതിന്റെ ബാക്കി കാണുമല്ലോ, അയാൾ പറഞ്ഞു. സ്കോച്ച്? അവൾ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഒരു ചെറിയ ബൗൾ നിറയെ ഐസ് ക്യൂബും ഒഴിഞ്ഞ ഗ്ലാസുമായിട്ടാണ് അവൾ വന്നത്. അലമാരയിൽ നിന്ന് സ്കോച്ച് വിസ്കിയുടെ കുപ്പിയെടുത്ത് അവൾ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് 4-5 കഷ്ണം ഐസ് കട്ടകൾ എടുത്തിട്ടു. ശേഷം ഐസ് കട്ടകൾ പാതി മുങ്ങാൻ മാത്രം വിസ്കി ഒഴിച്ചു. ഇതാ. അവൾ കൊടുത്ത ഗ്ലാസ് കയ്യിൽ വെച്ചുകൊണ്ട് അയാൾ അല്പനേരം ഇരുന്നു. മതി എന്നെ ടെൻഷൻ അടുപ്പിച്ചത്, പ്രേമം കലർന്ന പരിഭവത്തോടെ ജയന്തി പറഞ്ഞു. ഗോപിനാഥ് പെട്ടെന്ന് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ ഇന്ന് അവളുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞ കള്ളം അയാൾ വിശ്വസിച്ച മട്ടാണ്. അപ്പോൾ കല്യാണം നടക്കുവല്ലേ? ആശ്വാസത്തോടെ അവൾ ചോദിച്ചു. നടക്കും. ഇനിയെങ്കിലും അബദ്ധങ്ങൾ പറ്റാതെ നോക്കണേ. അവളുടെ അച്ഛൻ ഒരു പ്രത്യേക ടൈപ്പാണെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ അനുരാഗിന്റെ ആലോചന ചെന്നിട്ടും അയാൾ മറ്റേ കല്യാണത്തിൽ ഉറച്ചു നിന്നത്? അവൾ പറഞ്ഞു. അയാൾ സ്വത്തും പണവും കൊണ്ട് മനസ്സ് മാറ്റുന്നവനല്ല. അതായിരുന്നു എന്റെയും പേടി. പക്ഷെ ഞാൻ പറഞ്ഞത് അയാൾ വിശ്വസിച്ചിട്ടുണ്ട്. പോലീസ് ഒന്ന് പെരുമാറിയപ്പോൾ ആ പ്രതീഷ് പേടിച്ചു പോയി. അതാ പറ്റിപ്പോയത്. ഗോപിനാഥ് ക്ലാസ്സിൽ നിന്ന് അല്പം വിസ്കി കുടിച്ചു. ജയന്തി ചെന്ന് അയാളുടെ കാൽ ചുവട്ടിലിരുന്നു. അവൾ മുഖമുയർത്തി അയാളെ നോക്കി. മഷി എഴുതിയ കണ്ണുകളിൽ നനവുള്ള തിളക്കമുണ്ടായിരുന്നു. ചുവന്ന അധരം അല്പമൊന്ന് വിടർന്നപ്പോൾ അവളുടെ ഭംഗിയുള്ള പല്ലുകൾ അയാൾ കണ്ടു. നോവിക്കാതെ അമർത്തി കടിക്കാൻ അവൾ മിടുക്കിയാണ്. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്റെ ജഗനെ അപമാനിച്ചവൾക്ക് തക്ക ശിക്ഷ കിട്ടണം. കല്യാണം കഴിഞ്ഞാൽ അവന്റെ കാമുകിമാർ വന്ന് അവനെ കുത്തിയെടുത്തുകൊണ്ട് പോകുന്നത് എനിക്ക് കാണണം. അവളുടെ കണ്ണീര് കണ്ട് എനിക്ക് സന്തോഷിക്കണം. അയാൾ അല്പം വിസ്കി കൂടി കുടിച്ചു. കോടീശ്വരനാണ് ഭർത്താവെന്നായിരിക്കും അവളുടെ വിചാരം. അവൻ വെറും വട്ടപൂജ്യമാണെന്ന് അവൾ മനസ്സിലാക്കണം. ഒരു കുപ്പി ചാന്തുപൊട്ടിനുള്ള പണം പോലും അവന്റെ കയ്യിൽ നിന്ന് അറിയുമ്പോൾ അവൾ നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നത് എനിക്ക് കാണണം. അതിമോഹമൊന്നും വേണ്ട. അവൾ ഏക മകളാണ്. അത്യാവശ്യം ജീവിക്കാനുള്ള പണം അവളുടെ അച്ഛൻ കൊടുക്കും. കല്യാണം കഴിഞ്ഞാലും അച്ഛന്റെ ചെലവിൽ ജീവിക്കുന്നത് അത്ര അഭിമാനകരമാണോ? എത്ര നാൾ അച്ഛൻ സഹായിക്കും? ഭർത്താവ് അവന്റെ പല പെണ്ണുങ്ങളിൽ ഒരുത്തി മാത്രമാണ് താനെന്നറിയുമ്പോൾ അയാൾ കൈ നീട്ടി അവളുടെ ചുണ്ടിൽ ചൂണ്ടുവിരൽ വെച്ചു. മതി, തന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. ഞാനല്ലേ പറയുന്നത്. അവൾ നിന്റെ കാൽ ചുവട്ടിൽ വന്നു വീഴും, നിന്റെ ദയയാചിച്ച്. മതി, അത് മതി. ജയന്തി അയാളുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് ഒരു നിമിഷം ഇരുന്നു. ദിവസങ്ങൾ വളരെ വേഗമാണ് കടന്നുപോയത്. പല്ലവിയുടെ അവസാന ദിവസത്തെ പരീക്ഷ കഴിഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ബാലകൃഷ്ണൻ നായരും രാജേശ്വരിയും ഹോസ്റ്റലിലെത്തി. ശീതളിനോടും പൗർണമിയോടും അവൾ യാത്ര പറഞ്ഞു. രണ്ടുപേരും കല്യാണത്തിന് നേരത്തെ അങ്ങ് വന്നേക്കണം. തലേ ദിവസം തന്നെ. എനിക്ക് വേറെ ആരുമില്ല മിണ്ടാനും പറയാനും എന്നറിയാമല്ലോ. കല്യാണമല്ലേ, നിന്റെ റിലേറ്റീവ്സ് ഒക്കെ വീട്ടിൽ വരില്ലേ? ശീതൾ ചോദിച്ചു. തൊട്ടടുത്ത് ഹരി കൊച്ചച്ഛൻ മാത്രമേ ഉള്ളൂ. കൊച്ചച്ഛന് 2 ആൺമക്കളാ. അവർ വന്നിട്ട് കാര്യമില്ല. ബന്ധുക്കളൊക്കെ കല്യാണത്തിന്റെ അന്നേ വരൂ. ഞങ്ങൾ നേരത്തെ വരാവിടി. പൗർണമി ഏറ്റു. ഹോസ്റ്റലിലെ മദറിനെയും സിസ്റ്റർമാരെയും കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് അവൾ വന്ന് കാറിൽ കയറിയത്. എക്സാം പൊതുവെ എങ്ങനെയുണ്ടായിരുന്നു മോളെ? കാർ ഓടിക്കുന്നതിനിടയിൽ ബാലകൃഷ്ണൻ നായർ ചോദിച്ചു. നന്നായി എഴുതിയിട്ടുണ്ടച്ചാ. എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. റാങ്ക് കിട്ടുമോ? രാജേശ്വരി വെറുതെ ചോദിച്ചു. കിട്ടിയാൽ അമ്മ ഞെട്ടരുത്. രാജേശ്വരി ചിരിച്ചു. അടുത്ത ദിവസമാണ് അവർ കല്യാണത്തിനുള്ള സ്വർണം വാങ്ങാൻ പോയത്. ഒപ്പം ഹരികൃഷ്ണനും രേവതിയും ചെന്നു. കല്യാണത്തിന് വെറും 3 ദിവസം കൂടി മാത്രം. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. വൈകുന്നേരം അനുരാഗ് അവളെ വിളിച്ചു. എന്തായി അവിടുത്തെ കാര്യങ്ങൾ? അവൻ തിരക്കി. ഇവിടെ എല്ലാം റെഡി, അവൾ പറഞ്ഞു. ഇവിടെ എല്ലാ അറേഞ്ച്മെന്റ്സും അമ്മ ഗോപി അങ്കിളിനെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് അമ്മയ്ക്ക് ടെൻഷനില്ല. മോന് ടെൻഷനുണ്ടോ? അവൾ കളിയായി ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ മുണ്ടുടുക്കാറില്ല. കല്യാണ സമയത്ത് മുണ്ട് അഴിഞ്ഞു പോകുമോന്നാ പേടി. അവൾ അത് കേട്ട് ചിരിച്ചു. അന്നേരം പീയൂഷ് പറഞ്ഞു, ബെൽറ്റ് കെട്ടിയാൽ മതിയെന്ന്.
അതോടെ ആ ടെൻഷൻ മാറി. വേറെ ടെൻഷനുണ്ടോ? താലി കെട്ടുമ്പോൾ കൈ വിറയ്ക്കുമോ എന്നൊരു പേടിയുണ്ട്. പേടിയൊന്നും വേണ്ട, സമാധാനമായിട്ട് കെട്ടിയാൽ മതി. ഇഷ്ടം പോലെ സമയമെടുത്ത് ഞാൻ തലകുനിച്ചിരുന്ന് തരാം. എങ്കിൽ പ്രശ്നമില്ല. അനുരാഗ് ഒരു പാവമാണെന്ന് പല്ലവിക്ക് തോന്നി. ഇടയ്ക്കിടെ ഇതുപോലെ ധൈര്യം കൊടുക്കേണ്ടി വരും. തലേ ദിവസം വീടിന്റെ മുറ്റത്ത് ഷാമിയാന ഉയർന്നു. വൈകുന്നേരം മുതൽ അതിഥികൾ വന്നു തുടങ്ങി. ഉച്ചയ്ക്ക് മുൻപേ പൗർണമിയും ശീതളും എത്തി. സന്ധ്യയായതോടെ കല്യാണ വീട് ഉണർന്നു. വീടിന്റെ മുൻവശത്ത് അനേകം ചെറിയ ബൾബുകൾ മിന്നിക്കത്തി. അതിഥികളുടെ സംസാരവും പൊട്ടിച്ചിരിയും ഉയർന്നു. രാജകുമാരിയെപ്പോലെ പല്ലവി അവർക്കിടയിൽ പാറി നടന്നു. പിറ്റേന്ന് അതിരാവിലെ ബ്യൂട്ടീഷ്യൻ വന്നു. ചെറുപ്പക്കാരിയായ സ്ത്രീയും അവരുടെ അസിസ്റ്റന്റും. അവർ വധുവിനെ അണിയിച്ചൊരുക്കി. പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും മുടി നിറയെ മുല്ലപ്പൂമാലയും. വധുവായി ഒരുങ്ങിയ മകളെ കണ്ട് അച്ഛന്റെയും അമ്മയുടെയും കണ്ണുകളിൽ കുളിർമ നിറഞ്ഞു. വിവാഹത്തിന് മുൻപ് കല്യാണ മണ്ഡപത്തിലേക്ക് യാത്ര. അവിടെ ചെന്നപ്പോഴേക്കും വരനും പാർട്ടിയും എത്തിയിരുന്നു. ഓഡിറ്റോറിയം നിറയെ അതിഥികൾ. അന്തരീക്ഷം സംഗീതസാന്ദ്രമാക്കി ജൂഗൽബന്ദി. മുഹൂർത്ത സമയത്ത് തന്നെ വരനും വധുവും കതിർ മണ്ഡപത്തിൽ ഇരിപ്പുറപ്പിച്ചു. പല്ലവി ഇടം കണ്ടിട്ട് അനുരാഗിനെ ഒന്ന് നോക്കി. മുഖത്ത് ചെറിയ പരിഭ്രമമുണ്ട്. അവൻ പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് അപ്പോൾ ഓർമ്മ വന്നു. അവൾ അറിയാതെ ഒന്ന് മന്ദഹസിച്ചു. കൃത്യസമയത്ത് തന്നെ വിവാഹം നടന്നു. കൈ വിറച്ചെങ്കിലും അനുരാഗ് അവളുടെ കഴുത്തിൽ താലി കെട്ടി. ക്യാമറ കണ്ണുകൾ ചിമ്മി. വീഡിയോകൾ അതെല്ലാം പകർത്തിയെടുത്തു. ഓഡിറ്റോറിയം നിറയെ അതിഥികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മുഖവും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഫോട്ടോ സെഷനുകൾ, സദ്യ, പരിചയപ്പെടൽ, ആശംസകൾ എല്ലാം കഴിഞ്ഞ് വധുഗ്രഹത്തിലേക്ക് പുറപ്പെടാനുള്ള സമയമായി. പല്ലവി അച്ഛന്റെയും അമ്മയുടെയും കാലുകൾ തൊട്ട് വന്ദിച്ചു. രാജേശ്വരി കരഞ്ഞപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകളും നനഞ്ഞു. അലങ്കരിച്ച പുതിയ കാറിലേക്ക് അവൾ കയറി. ഒപ്പം അനുരാഗും. കാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അച്ഛനെയും അമ്മയെയും പിരിയുന്നതിൽ സങ്കടമുണ്ടല്ലേ? വിഷമിക്കണ്ട. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരെ ചെന്ന് കാണാമല്ലോ. അവൻ അവളുടെ മൈലാഞ്ചിയിട്ട കൈകൾ എടുത്തു പിടിച്ചു. അവളുടെ ശരീരം അറിയാതെ ഒന്ന് വിറകൊണ്ടു. ഒടുവിൽ RK ബംഗ്ലാവിന്റെ വിശാലമായ മുറ്റത്ത് ചെന്ന് കാർ നിന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ പല്ലവി ആ വീട് കണ്ട് അമ്പരന്നു. ഇന്നു മുതൽ താൻ ഈ കൊട്ടാരത്തിലാണ് താമസിക്കാൻ പോകുന്നത്. ഗായത്രി ദേവിയും കൂട്ടരും അവളെ കത്തിച്ചു വെച്ച് നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു. പൂജാമുറിയിലേക്കാണ് അവർ അവളെ കൊണ്ടുപോയത്. അവിടെ മിക്ക ദേവന്മാരുടെയും ദേവിമാരുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. നിലവിളക്ക് പീഠത്തിൽ വെച്ച് അവൾ തൊഴുതു. സുമിത്ര പിന്നെ അവളെ ഏറ്റെടുത്തു. മിട്ടുമോന്റെ വളർത്തമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിട്ടു എന്നെ ആന്റി എന്നാണ് വിളിക്കുന്നത്. മോൾക്കും അതുപോലെ മിട്ടുമോൻ. അവൾ ഉള്ളിൽ ചിരിയടക്കി. അതിഥികൾ പിരിഞ്ഞു പോകുന്നത് വരെ അവൾക്ക് വധുവിന്റെ വേഷത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ആഭരണങ്ങൾ അഴിച്ചു വെക്കാൻ സുമിത്ര അവളെ സഹായിച്ചു. കുളി കഴിഞ്ഞ് വേഷം മാറിയിട്ടാണ് അവൾ അനുരാഗിനോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നത്. മുണ്ട് മാറ്റി അവൻ പൈജാമയിലേക്ക് മാറിയിരുന്നു. ഒടുവിൽ ആദ്യരാത്രിയുടെ സമയമെത്തി. ഗ്ലാസിൽ പാലുമായി സുമിത്രയാണ് അവളെ അനുരാഗിന്റെ മുറിയിലേക്ക് വിട്ടത്. മുല്ലപ്പൂ മാലകൾ കൊണ്ട് അലങ്കരിച്ച ബെഡിൽ അവൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വരൂ. അവൻ ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് പാൽ വാങ്ങി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ചെന്ന് വാതിലടച്ചു. അപ്പോഴാണ് അവന്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. അവൻ ചെന്ന് അതെടുത്ത് നോക്കി. പരിചയമില്ലാത്ത ഒരു നമ്പറായിരുന്നു. എടുക്കണോ എന്ന് വിചാരിച്ചെങ്കിലും പല്ലവി എന്ത് വിചാരിക്കുമെന്ന് ഭയന്ന് അവൻ കോൾ എടുത്തു. ഹലോ. ആദ്യ രാത്രി ആരംഭിച്ചോ? ഒരു പെൺസ്വരം ചോദിച്ചു. ആരാണ്? ഭീതിയോടെ അവൻ ചോദിച്ചു. അഖിലയാണ്. എന്റെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ എടുക്കില്ലെന്നറിയാം. അനുരാഗിന്റെ മുഖം വിളറി. പല്ലവി അത് കണ്ടു. അനുരാഗ്, കോൾ കട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും. അഖില പറഞ്ഞു. എന്തിനാ നീ വിളിച്ചത്? അവൻ ചോദിച്ചു. നിന്നോട് സംസാരിക്കാൻ. നാളെ പോരെ? പോരാ, ഇപ്പോൾ, ഈ നിമിഷം. AC-യുടെ സുഖകരമായ തണുപ്പുണ്ടായിരുന്നു മുറിയിൽ. എന്നിട്ടും അനുരാഗിന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. പല്ലവി നിശബ്ദയായി കാത്തിരിക്കുന്നത് അവൻ കണ്ടു. ഞാൻ അങ്ങോട്ട് വിളിക്കാം, അവൻ പറഞ്ഞു. എപ്പോൾ? അഖില ചോദിച്ചു. ഇപ്പോൾ വിളിക്കണേ, അല്ലെങ്കിൽ നാളെ ഞാൻ അങ്ങ് വരും. ഭീഷണിയുണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ തോന്നുന്നുണ്ടല്ലേ? അവന്റെ മനസ്സറിഞ്ഞതുപോലെ അവൾ ചോദിച്ചു. ഇല്ല. നീ ഇപ്പോൾ ബെഡ്റൂമിലാണോ? അതെ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവളുടെ കഴുത്ത് ഞെരിക്കാനുള്ള കോപം ഉണ്ടായിരുന്നു അവന്റെ മനസ്സിൽ.
നിന്റെ പെണ്ണ് അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഉം. നിന്നോടിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തൊരു സുഖമാണ് തോന്നുന്നതെന്നറിയാമോ? ഞാൻ കട്ട് ചെയ്തിട്ട് വിളിക്കാം. വിളിക്കണം. ഉടൻ. അല്ലെങ്കിൽ. അനുരാഗ് കോൾ കട്ട് ചെയ്തു. എന്നിട്ട് പല്ലവിയെ നോക്കി ഒന്ന് ചിരിച്ചു. അത് ദുർബലമായ ഒരു ചിരിയായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടാ. അവനെ കല്യാണത്തിന് ക്ഷണിക്കാൻ ഞാൻ വിട്ടുപോയി. അതിന്റെ ദേഷ്യം തീർക്കുകയായിരുന്നു. അവൾ പുഞ്ചിരിച്ചു. പല്ലവിക്ക് ഇങ്ങനെ വല്ല അബദ്ധവും പറ്റിയോ? ഇല്ല. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അവൾ മെല്ലെ തലകുലുക്കി. അവൻ തിടുക്കം കാട്ടാതെ മൊബൈലുമായി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. മുകളിലത്തെ നിലയിലായിരുന്നു അവരുടെ മണിയറ. വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് ഒരു ഹാളിലേക്കാണ്. മുകൾ നിലയിൽ വേറെ ആരുമില്ല. അമ്മയും സുമിത്ര ആന്റിയും താഴെയാണ്. ഹാളിലെ സോഫയിൽ ഇരുന്നു കൊണ്ട് അവൻ അഖിലയെ തിരിച്ചു വിളിച്ചു. കാത്തിരുന്ന പോലെ അവൾ ഉടൻ കോൾ എടുത്തു. നീ ബെഡ്റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയില്ലേ? അവൾ ചോദിച്ചു. നിനക്ക് ഞാൻ തരുന്ന ശിക്ഷയാണിത്. 6 മാസത്തോളം കൂടെ കൊണ്ട് നടന്നിട്ട് ഒടുവിൽ ഒരു സുപ്രഭാതത്തിൽ നീ എന്നെ ഉപേക്ഷിച്ചു, അവൾ പറഞ്ഞു. അവൻ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. പഴയ കാമുകി എന്ന നിലയിലായിരിക്കും നീ സംസാരിക്കുന്നത്. അതെ, എന്താ നിനക്ക് നിഷേധിക്കാമോ? അവൾ ചോദിച്ചു. ഒരിക്കലും ആരിൽ നിന്നും ഞാൻ ഫ്രീ സർവീസ് സ്വീകരിക്കാറില്ല. തക്കതായ പ്രതിഫലം ഞാൻ അപ്പോപ്പോൾ തന്നിട്ടുമുണ്ട്. നീ അത് വാങ്ങിയിട്ടുമുണ്ട്, ശരിയല്ലേ? അത് നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്ന സമ്മാനങ്ങളാണ്. അവൾ അത് നിഷേധിച്ചു. നിന്നെ പ്രേമിക്കുന്നു എന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നിനക്ക് വിവാഹ വാഗ്ദാനം തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ചോദിച്ചപ്പോഴൊക്കെ നിനക്ക് ഞാൻ പണം തന്നിട്ടുണ്ട്, ശരിയല്ലേ? പണം ആരും സമ്മാനമായി കൊടുക്കാറില്ല. നീ ചെയ്ത ജോലിയുടെ കൂലിയാണ് ഞാൻ തന്നത്. അവൻ വളരെ പരുഷമായിട്ടായിരുന്നു സംസാരിച്ചത്. ഇവളോട് ആ ഭാഷ തന്നെ പറയണം. ഈ സമയത്ത് വിളിച്ച് മനഃപൂർവ്വം ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇവൾക്ക് വേറെന്തു മറുപടിയാണ് കൊടുക്കേണ്ടത്? നീ എന്നെ കളിയാക്കുകയാണോ? നീരസത്തോടെ അവൾ ചോദിച്ചു. അല്ല, മറുപടി തന്നതാണ്. നീ പറഞ്ഞു ജയിച്ചെന്ന് വിചാരിക്കണ്ട. ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. അത്യാവശ്യമായി എനിക്ക് 1,00,000 രൂപ വേണം. തന്നേ തീരൂ, അവൾ പറഞ്ഞു. ഭീഷണിയാണോ? എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. തന്നില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ചില ഇന്റിമേറ്റ് മൊമെന്റ്സിന്റെ കുറെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് നിന്റെ ഭാര്യ പല്ലവിയെ കാണിച്ചു കൊടുക്കും, അവൾ പറഞ്ഞു. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നെ ധൈര്യത്തോടെ അനുരാഗ് പറഞ്ഞു. പ്രയോജനമുണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ അയച്ചു തരാം. 2 ദിവസത്തിനകം എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് വന്നില്ലെങ്കിൽ നമ്മൾ മുഖാമുഖം കാണേണ്ടി വരും. അനുരാഗിന് മിണ്ടാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കോഴ്സിന് ചേർന്നിരിക്കുകയാണ്. പണത്തിന് നല്ല അത്യാവശ്യമുണ്ട്. അവൾ സംസാരം അവസാനിപ്പിച്ചെങ്കിൽ എന്നായിരുന്നു അവന്റെ ചിന്ത. പല്ലവി കാത്തിരിക്കുകയാണ്. ശരി, ഞാൻ കൂടുതൽ ടെൻഷൻ എടുപ്പിക്കുന്നില്ല. കാര്യപരിപാടി നടക്കട്ടെ. ആശംസകൾ. പെട്ടെന്ന് കോൾ കട്ടായി. അനുരാഗ് ഒരു നിമിഷം കൂടി അവിടെ ഇരുന്നു. അവന് സ്വയം പുച്ഛം തോന്നി. താൽക്കാലികമായി സുഖത്തിനു വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. അവ ഓരോന്നായി തിരിഞ്ഞുകൊത്താൻ തുടങ്ങിയിരിക്കുന്നു. സാരമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. അവൻ എഴുന്നേറ്റു ബെഡ്റൂമിലേക്ക് ചെന്നു. പല്ലവി ബെഡിലിരിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ട് അവൾ എഴുന്നേറ്റു. സോറി, എനിക്ക് ആവശ്യത്തിലധികം ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാം ഞാൻ കട്ട് ചെയ്യുകയാണ്. എനിക്കിനി ഒരേ ഒരു ഫ്രണ്ട് മതി. അവൻ അടുത്തേക്ക് ചെന്ന് അവളുടെ ചുമലിൽ കൈവച്ചു. ഈ ഫ്രണ്ട് മാത്രം, അവൾ പുഞ്ചിരിച്ചു. പാല് തണുത്ത് കാണുമല്ലേ? അവൻ ചോദിച്ചു. അറിയില്ല. ആദ്യ രാത്രിയിൽ തണുത്ത പാല് കുടിക്കേണ്ടി വരുന്നവരായിരിക്കും മിക്ക വധൂവരന്മാരും. വരുമ്പോൾ തന്നെ പിടിച്ചു വാങ്ങി പാൽ കുടിക്കില്ല ആരും. അവൻ പറഞ്ഞത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. എങ്കിലിനി വൈകിക്കേണ്ട. അവൻ ചെന്ന് മേശപ്പുറത്ത് നിന്ന് പാൽ ഗ്ലാസ് എടുത്തു. വിചാരിച്ചതുപോലെ തണുത്ത് കഴിഞ്ഞിരുന്നില്ല പാൽ. പകുതി കുടിച്ചിട്ട് അവൻ ബാക്കി അവൾക്ക് കൊടുത്തു. അവൾ അത് വാങ്ങി കുടിച്ചു. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അനുരാഗ് മൊബൈൽ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ഇവിടെ വന്നിരിക്കൂ, അവൻ പറഞ്ഞു. അവളെ പിടിച്ച് ബെഡിലിരുത്തിയിട്ട് അവൻ അടുത്തിരുന്നു. അപ്പോഴാണ് മേശപ്പുറത്ത് ഒരു താളത്തിൽ വെച്ചിരുന്ന ആപ്പിളും മുന്തിരിയും ഓറഞ്ചുമൊക്കെ അവൻ കണ്ടത്. സ്ഫടികജിയിൽ കുടിക്കാനുള്ള വെള്ളം. പാവ സുമിത്രാന്റി. എന്തെങ്കിലും പറയൂ, അവൻ അവളോട് പറഞ്ഞു. ഞാൻ എന്താ പറയുക? അവൾക്കറിയില്ലായിരുന്നു. എന്തെങ്കിലും. ഇന്റർനാഷണൽ എക്കണോമിക്സിനെ കുറിച്ച് പറയട്ടെ. കോളേജിലെ എൻ്റെ സ്പെഷ്യൽ പേപ്പറായിരുന്നു. അവൾ പറഞ്ഞത് കേട്ട് അനുരാഗ് പൊട്ടിച്ചിരിച്ചു. എങ്കിൽ ഞാൻ മണി ആൻഡ് ബാങ്കിങ്ങിനെ കുറിച്ച് പറയാം. കോളേജിൽ ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞു.
അത് കേട്ട് അവൾക്കും ചിരി വന്നു. തൽക്കാലം നീ പല്ലവിയെക്കുറിച്ചും ഞാൻ അനുരാഗിനെക്കുറിച്ചും പറയാം. അതാണ് നമുക്കിനി അറിയാനുള്ളത്. അത് ശരിയാണെന്ന് അവൾക്ക് തോന്നി. പാതിരാ കഴിയും വരെ രണ്ടുപേരും സംസാരിച്ചിരുന്നു. ഉറക്കം വരുന്നുണ്ടോ പല്ലവിക്ക്? ഒടുവിൽ അവൻ ചോദിച്ചു. ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. പക്ഷേ കിടക്കാം, അല്ലെങ്കിൽ നാളെ പകൽ ഉറക്കം തൂങ്ങിയിരിക്കേണ്ടി വരും. കാണുന്നവർ വേറെ വല്ലതും വിചാരിച്ച് ചിരിക്കാനും മതി. അവൻ പറഞ്ഞത് കേട്ട് അവൾ ലജ്ജയോടെ ചിരിച്ചു. അനുരാഗ് എഴുന്നേറ്റ് ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ടും ബെഡ്റൂം ലാമ്പിന്റെ അരണ്ട വെളിച്ചം മുറിയിൽ ബാക്കി നിന്നു. കിടക്കാം. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കിടന്നു. കൈകൾക്കുള്ളിൽ ഒരു സുഗന്ധം പോലെയായിരുന്നു അവൾ. അതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു അനുഭവമായിരുന്നു അവനത്. പിറ്റേന്ന് രാവിലെ അനുരാഗ് ഉണർന്നപ്പോൾ അല്പം വൈകിപ്പോയി. അപ്പോൾ പല്ലവി ബെഡിൽ ഉണ്ടായിരുന്നില്ല. അവൻ വെറുതെ മൊബൈൽ എടുത്ത് സ്വിച്ച് ഓൺ ചെയ്തു നോക്കി. അഖിലയുടെ ബാങ്കിന്റെ പേരും അക്കൗണ്ട് നമ്പറും മെസ്സേജായി വന്ന് കിടപ്പുണ്ടായിരുന്നു. തലേ രാത്രിയിൽ അവളോട് കയർത്ത് സംസാരിച്ചെങ്കിലും 1,00,000 രൂപ കൊടുത്ത് അവളെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി. രാവിലെ തന്നെ മാനേജർ മദനഗോപാലിനെ വിളിച്ച് അവൻ വിവരം പറഞ്ഞു. അഖിലയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അയച്ചു കൊടുത്തു. അങ്കിൾ, കഴിയുന്നതും ഇന്ന് തന്നെ അവൾക്ക് പണം കൊടുക്കണേ, അവൻ പറഞ്ഞു. കൊടുക്കാം മോനെ, അയാൾ ഏറ്റു. രാവിലെ 10 മണിയായപ്പോൾ അയാൾ ഗോപിനാഥിനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു. എന്ത് ചെയ്യണം സർ? കൊടുക്കരുത്. അവൾക്കെന്നല്ല, ഇനി ഒരു പെണ്ണിനും കമ്പനിയിൽ നിന്ന് ഒരൊറ്റ പൈസ പോലും കൊടുക്കരുത്. ഇതുവരെ കൊടുത്തെങ്കിൽ അതിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, ഗോപിനാഥ് പറഞ്ഞു. ശരി സാർ, അവൻ തിരക്കിയാൽ ഇന്ന് പണമിട്ടു എന്ന് പറഞ്ഞാൽ മതി. ശരി സാർ, ഗോപിനാഥ് ഒന്ന് ചിരിച്ചു. ജയന്തിക്ക് സന്തോഷമാകും. രാവിലെ പതിവ് സമയത്ത് തന്നെ രാഹുൽ ഉറക്കമുണർന്ന് എഴുന്നേറ്റു വന്നു. ഗിരിജാകുമാരി അയാളുടെ മുഖം ശ്രദ്ധിച്ചു. പതിവിലേറെ മ്ലാനവദനായിരുന്നു അയാൾ. നീ ഇന്നലെ ഉറങ്ങിയില്ലേ മോനെ? അവർ വിഷാദത്തോടെ ചോദിച്ചു. ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ലമ്മേ. ഉറക്കം വന്നില്ല. എന്താണ് കാരണമെന്ന് അർത്ഥത്തിൽ അവർ മകന്റെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ ആയിരുന്നില്ലേ പല്ലവിയുടെ കല്യാണം? ഇനി അവൾ എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്തപ്പോൾ ഉറക്കം വന്നില്ല. ഗിരിജാകുമാരി അയാൾക്ക് ഗ്ലാസ്സിലേക്ക് ചായ പകർന്നു കൊടുത്തു. പശു ചത്തു, മൂരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ പോലെ ഇനി ആ കുട്ടിയെക്കുറിച്ച് നീ ആലോചിക്കുന്നത് എന്തിനാ മോനെ? അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾ പോയി. ഇനി അവൾക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് എന്താ? ഗിരിജാകുമാരി ചോദിച്ചു. അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലമ്മേ. അവൾ ഇപ്പോൾ എൻ്റെ ആരുമല്ലെങ്കിലും ഒരിക്കൽ അവൾ എൻ്റെ എല്ലാമായിരുന്നു. അവളെ ഞാൻ എത്ര സ്നേഹിച്ചു. അവളെ എൻ്റെ ഭാര്യയായി സങ്കല്പിച്ചു. എന്തെല്ലാം സ്വപ്നം കണ്ടു. പക്ഷേ ഒക്കെ വിധി പോലെയേ നടക്കൂ. അത് നിനക്കിതുവരെ എന്താ മനസ്സിലാക്കാൻ കഴിയാത്തത്? രാഹുൽ ചായ മുൻപിൽ കൊണ്ടുവച്ച് മുഖം കുനിച്ചിരുന്നു. അമ്മയൊരു കാര്യം പറഞ്ഞാൽ നീ എതിർക്കുമോ? അയാളുടെ ശിരസിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് ഗിരിജാകുമാരി നിന്നു. എന്താണമ്മേ? മനസ്സിനിണങ്ങുന്ന വേറെ ഒരു കുട്ടിയെ കണ്ടുപിടിച്ച് നീ കല്യാണം കഴിക്കണം. സ്നേഹിക്കാൻ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ നിന്റെ മനസ്സ് ശാന്തമാകും, മറ്റെല്ലാം മറക്കും. അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. പക്ഷേ ഉടനെയൊന്നും പറ്റില്ല. എൻ്റെ മനസ്സ് അതിന് തയ്യാറായിട്ടില്ല. ഉണ്ടായ മുറിവുണങ്ങാതെ. വേണ്ടമ്മേ. രാഹുൽ ചായയുമായി എഴുന്നേറ്റ് പോയി. ഗിരിജാകുമാരി വിഷണ്ണയായി നിന്നു. അവന്റെ അച്ഛൻ അല്പമൊരു ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ. അവർ ഒന്ന് നെടുവീർപ്പിട്ടു. ചങ്ങനാശ്ശേരിയിലുള്ള ആ ഡോക്ടർ പെൺകുട്ടി മരുമകളായി വരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ധൃതി പിടിച്ചത്. ആരെയും കുറ്റപ്പെടുത്താൻ വയ്യ. പക്ഷേ രാഹുലിന്റെ വിവാഹം ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോയാൽ? അച്ഛനും മകനും തമ്മിൽ ഇപ്പോൾ മിണ്ടാട്ടമില്ല. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറില്ല. ഏറ്റവും കൂടുതൽ ഗിരിജാകുമാരിയെ വേദനിപ്പിക്കുന്നത് അവർ തമ്മിലുള്ള അകൽച്ചയാണ്. പതിവ് സമയത്ത് തന്നെ രാഹുൽ ഓഫീസിലേക്ക് പോയി. അച്ഛനും മോനും ഇങ്ങനെ കീരിയും പാമ്പും പോലെ ഒരേ വീട്ടിൽ കഴിയുന്നത് എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാ. അന്നുച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ശിവദാസ് വീട്ടിൽ വന്നപ്പോൾ ഗിരിജാകുമാരി പറഞ്ഞു. അത് അവനും കൂടി വിചാരിക്കണ്ടേ? അദ്ദേഹം പറഞ്ഞു. എന്ത് വിചാരിക്കണമെന്നാണ്? മകൻ എന്ന നിലയിൽ അച്ഛനമ്മമാരോട് അവനൊരു കടമയുണ്ട്. അച്ഛൻ എന്ന നിലയിൽ മക്കളോടും ചില കടമകൾ ഉണ്ടല്ലോ. ഉണ്ട്, സമ്മതിച്ചു. എനിക്ക് അവന്റെ ഇരട്ടി ലോകപരിചയമുണ്ട്. ആ അനുഭവത്തിന്റെ ബലത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആയാലും അത് അംഗീകരിക്കണം. ഈ സംസാരം എങ്ങും എത്താൻ പോകുന്നില്ലെന്ന് ഗിരിജാകുമാരിക്ക് ഉറപ്പായി. രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. പിന്നെ എന്തു ചെയ്യും? ഒരു അമ്മയുടെ ദുഃഖം ആരറിയാൻ? രാഹുലിന്റെ കല്യാണം നടന്നു കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അവർ പറഞ്ഞു. അതിനെന്താണ് തടസ്സം?
അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കട്ടെ. ഈ ഒരു വാക്ക് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അയ്യോ അല്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കുമോ? ഗിരിജാകുമാരി ചോദിച്ചു. എന്താണ്? എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാമോ? എവിടെ? ആ ജ്യോത്സ്യൻ ഗോപാലകൃഷ്ണനെ കാണാൻ. എന്തിന്? അവന്റെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിന് പരിഹാരക്രിയ എന്താണെന്ന് അയാൾ പറഞ്ഞു തരും. ജാതകദോഷം കൊണ്ടാണ് കല്യാണം നടക്കാതെ പോകുന്നതെങ്കിൽ അപ്പോൾ അത് എൻ്റെ കുറ്റമല്ലല്ലോ, അദ്ദേഹം ചോദിച്ചു. അത് മാത്രമല്ല, എന്നത്തേക്ക് അവന്റെ കല്യാണം നടക്കുമെന്നും അറിയാൻ പറ്റും. തനിച്ചു പോയാൽ മതി, ഞാൻ വരില്ല. അതെന്താ? അവർ ചോദിച്ചു. എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുണ്ട്. എന്നാൽ പോകുമ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കണേ. ഇത്തവണ ഇലക്ഷന് ഏത് പാർട്ടി അധികാരത്തിൽ വരുമെന്ന് ജോൾസിന് അതും ഗണിച്ചു പറയാൻ പറ്റുമല്ലോ, പരിഹാസത്തോടെ അദ്ദേഹം പറഞ്ഞു. ഗിരിജാകുമാരി പിന്നെ ഒന്നും സംസാരിച്ചില്ല. ശിവദാസ് വീണ്ടും കോളേജിലേക്ക് പോയപ്പോൾ വീട് പൂട്ടി അവർ ഓട്ടോ പിടിച്ച് ഗോപാലകൃഷ്ണൻ ജോത്സ്യരെ കാണാൻ പോയി. ചെന്നപ്പോൾ 2-3 പേർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഗിരിജാകുമാരിക്ക് അയാളെ കാണാൻ സൗകര്യം കിട്ടിയത്. എന്താണ് അറിയേണ്ടത്? അയാൾ ചോദിച്ചു. ഗിരിജാകുമാരി കാര്യം പറഞ്ഞു. രാഹുലിന്റെ വിവാഹത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നറിയണം. എന്നത്തേക്ക് നടക്കുമെന്നും. രാഹുലിന്റെ ഗ്രഹനില നോക്കി അയാൾ അല്പനേരം ഇരുന്നു. തടസ്സമൊന്നും കാണുന്നില്ല, ദോഷവുമില്ല. പക്ഷെ ഉടനെ നടക്കില്ല. 1 വർഷത്തിനുള്ളിൽ മംഗളകർമ്മം നടക്കും, അയാൾ പറഞ്ഞു. ഗിരിജാകുമാരിക്ക് സന്തോഷമായി. 1 കൊല്ലത്തിനുള്ളിലെങ്കിലും അവന്റെ വിവാഹം നടക്കുമല്ലോ. കാത്തിരിക്കാം, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. എന്തായാലും ഞാൻ ദൈവാധീനം കൂടി ഒന്ന് നോക്കാം. ജോത്സ്യൻ കവടി നിരത്തി 1 നിമിഷം കണ്ണടച്ചിരുന്നു. കവടി ഒരുപടി വാരി എണ്ണി നോക്കി രാശിചക്രങ്ങളിൽ വച്ചു. ഒരു കാര്യം കൂടി കാണുന്നുണ്ട്, അയാൾ പറഞ്ഞു. എന്താണ്? വിവാഹത്തിന് കാര്യമായ തടസ്സം കാണുന്നു. ഗിരിജാകുമാരി ഇത് കേട്ട് സ്തബ്ധയായിരുന്നു. 4 മണിക്ക് ചായ കുടിക്കുമ്പോഴാണ് അക്കാര്യം ഗായത്രി ദേവി ചോദിച്ചത്. അമ്പലത്തിലൊന്ന് പോകണ്ടേ മോനെ? പോണം അമ്മേ, രാവിലെ പറ്റിയില്ലല്ലോ. വൈകുന്നേരം പോണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു, അനുരാഗ് പറഞ്ഞു. പല്ലവി അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏതമ്പലത്തിലാ? അമ്പലപ്പുഴ. പല്ലവി അവിടെ പോയിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ നേരത്തെ കുളിച്ച് റെഡിയാക്. ദീപാരാധന കണ്ട് തൊഴുതിട്ട് വന്നാൽ മതി. മോൾ കൊടുക്കാൻ ഞാൻ സെറ്റുമുണ്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്, ഗായത്രി ദേവി പറഞ്ഞു. പല്ലവി ഒന്ന് പുഞ്ചിരിച്ചു. ഇതുവരെ സെറ്റുമുണ്ട് ഉടുത്തിട്ടില്ല. ആരുടെയെങ്കിലും സഹായം വേണ്ടിവരും. സുമിത്ര ആന്റി ഉണ്ടല്ലോ. കുളി കഴിഞ്ഞു വന്ന് പല്ലവി മുടി ഉണക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് രാജേശ്വരിയുടെ വിളി വന്നത്. രാവിലെ ഒന്ന് വിളിച്ചിരുന്നു. എന്താ അമ്മേ? അവൾ ചോദിച്ചു. ഒന്നുമില്ല മോളെ, വെറുതെ. നീ ഫ്രീ ആണോ? അതെ, ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുക. നന്നായി. നാളെ ചൊവ്വാഴ്ചയല്ലേ? മറ്റന്നാൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. എപ്പോൾ വരും? കഴിയുന്നത് നേരത്തെ. നിങ്ങളെ വിരുന്നിന് വിളിക്കാനാണ്. വ്യാഴാഴ്ച നല്ല ദിവസമാണ് 2 പേർക്കും വരാൻ. അമ്മയെയും അച്ഛനെയും കാണാൻ എനിക്ക് കൊതിയായി, അവൾ പറഞ്ഞു. ഞങ്ങൾക്കോ? നീ ഇവിടുന്ന് പോയിട്ട് 1 ദിവസമേ ആയുള്ളൂവെങ്കിലും 1 മാസം ആയതുപോലാ. ഒരാഴ്ച എന്നെ കാണാതിരുന്നിട്ടില്ലേ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത്? ഇത് അതുപോലെയല്ല മോളെ. അവർ അല്പനേരം സംസാരിച്ചു. നിനക്ക് സന്തോഷമല്ലേ മോളെ? ഒടുവിൽ രാജേശ്വരി ചോദിച്ചു. അതെ അമ്മേ, അത് മാത്രം അറിഞ്ഞാൽ മതി. നാളെ അച്ഛൻ വിളിക്കുന്നുണ്ട്, അനുവിന്റെ അമ്മയെ. ശരി, അമ്പലത്തിൽ പോയിട്ട് വാ. സുമിത്രയുടെ സഹായത്തോടെയാണ് പല്ലവി സെറ്റുമുണ്ടുടുത്തത്. അവൾക്ക് വേണ്ടി ധാരാളം വസ്ത്രങ്ങൾ വാങ്ങി ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഗായത്രി ദേവി. ഏതവസരത്തിലും ഉപയോഗിക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ. അല്പനേരം കഴിഞ്ഞപ്പോൾ അനുരാഗ് അവളെയും കൊണ്ട് അമ്പലപ്പുഴയിലേക്ക് പോയി. അമ്പലപ്പുഴ കണ്ണനോട് എന്തു പറഞ്ഞാലും ആഗ്രഹം സാധിച്ചു തരും. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ പറഞ്ഞു. എന്താഗ്രഹമാണ് കണ്ണൻ അനുവിന് സാധിച്ചു തന്നത്? കൗതുകത്തോടെ അവൾ ചോദിച്ചു. കണ്ണനാണ് എനിക്ക് നിന്നെ തന്നത്. നിന്നെ ആദ്യമായി കണ്ടപ്പോൾ പീയൂഷുമൊത്ത് ഞാൻ കണ്ണനെ കാണാനാണ് വന്നത്. അറിയാതെ അവളുടെ കണ്ണുകളിൽ ഒരു നനവ് പൊടിഞ്ഞു. പാവം അനു. വഴിപാടുകൾ നടത്തി ദീപാരാധന കണ്ട് തൊഴുതിട്ടാണ് അവർ അമ്പലത്തിൽ നിന്ന് മടങ്ങിയത്. എന്നാണ് അനുവിന് ഇനി ഓഫീസിലേക്ക് പോകേണ്ടത്? രാത്രിയിൽ അവൾ ചോദിച്ചു. ധൃതിയൊന്നുമില്ല, എന്നു പോയാലും മതി, അവൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ? ഗോപി അങ്കിൾ ഉണ്ടല്ലോ, എല്ലാം ഭംഗിയായി നോക്കിക്കോളും. അമ്മ പോകാറുണ്ടോ ഓഫീസിൽ? ഇല്ല. അമ്മയുടെ പേരിലല്ലേ ഇപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ? അതെ. പിന്നെ അമ്മ ഓഫീസിൽ പോകാതിരുന്നാലോ?
അവൾ സംശയം ചോദിച്ചു. ഒന്നിനും ഒരു കുറവും വരുത്താതെ ഗോപി അങ്കിൾ നോക്കിക്കൊള്ളും. പല്ലവിക്ക് എന്തുകൊണ്ടോ അതിലൊക്കെ ഒരു അസ്വാഭാവികത അനുഭവപ്പെട്ടു. എനിക്ക് അനുവിന്റെ ഓഫീസ് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, അവൾ പറഞ്ഞു. അതിനെന്താ, നാളെ നമുക്ക് പോകാം. പിറ്റേന്ന് പ്രാതൽ കഴിച്ച ശേഷം ഗായത്രി ദേവിയുടെ അനുവാദം വാങ്ങി പല്ലവിയെയും കൊണ്ട് അനുരാഗ് RK അസോസിയേറ്റ്സിന്റെ ഹെഡ് ഓഫീസിലേക്ക് പോയി. കൂറ്റൻ ബഹുനില കെട്ടിടത്തിന് മുൻപിൽ ചെന്ന് കാർ നിന്നു. യൂണിഫോം ധരിച്ച ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് വന്ന് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. ഇറങ്ങ്, ഇതാണ് നമ്മുടെ സാമ്രാജ്യം. പല്ലവിയെയും കൊണ്ട് അവൻ ഓഫീസിലേക്ക് കയറി. മിക്ക സ്റ്റാഫും വന്നിട്ടുണ്ടായിരുന്നു. അവർ എല്ലാവരും അനുരാഗിനെയും പല്ലവിയെയും കണ്ട് ആദരവോടെ എഴുന്നേറ്റു. ചിലരെയൊക്കെ അവൻ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പലരും അവന് അപരിചിതരായിരുന്നു. ഒടുവിൽ അവർ മദനഗോപാലിന്റെ മുറിയിലെത്തി. അയ്യോ, ഇതാരാണ് വന്നിരിക്കുന്നത്? ഇരുന്നാട്ടെ മോളെ. അയാൾ എഴുന്നേറ്റ് അവളെ സ്വാഗതം ചെയ്തു. പല്ലവി നമ്മുടെ ഓഫീസ് കാണാൻ വന്നതാണ്, അവൻ പറഞ്ഞു. വേണമല്ലോ, ഇനി ഞങ്ങളുടെയൊക്കെ ബോസല്ലേ പല്ലവി മോൾ. എന്റെ അന്നദാതാവാണ് മദനൻ അങ്കിൾ, അനുരാഗ് പറഞ്ഞു. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ വെറും മാനേജർ. അയാൾ ഭവ്യത നടിച്ചു. ഗോപി അങ്കിൾ വന്നിട്ടുണ്ടോ? വന്നില്ല. എങ്കിൽ ഗോപി അങ്കിളിനെ പിന്നെ കാണാം. നമുക്ക് എന്റെ റൂമിലേക്ക് പോകാം. പല്ലവിയെയും കൊണ്ട് അവൻ അവന്റെ ക്യാബിനിലേക്ക് ചെന്നു. ആ മുറി അവൾക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള മനോഹരമായ മുറി. ഇരിക്കെ, മേശയുടെ എതിർവശത്തായി അവൾ ഇരുന്നു. ആ മദനൻ അങ്കിളിനെ എന്തിനാ അന്നദാതാവെന്ന് പറഞ്ഞത്? അവൾ ചോദിച്ചു. എനിക്ക് ആവശ്യമുള്ള പണം തരുന്നത് ആ അങ്കിളാണ്. നമ്മുടെ പണമല്ലേ അത്? അപ്പോൾ അയാൾ തരുന്നതല്ലല്ലോ. അനുരാഗിന് മറുപടിയില്ലായിരുന്നു. ബാങ്കിൽ നിന്ന് നേരിട്ട് ആവശ്യത്തിന് പണമെടുക്കാൻ കഴിയില്ലേ അനുവിന്? ഇല്ല, എന്റെ അക്കൗണ്ടിൽ ഇട്ട് തരും. ആവശ്യമുള്ളത് ഞാൻ എടുക്കും. നേരെ ചൊവ്വയല്ല കമ്പനിയിലെ കാര്യങ്ങളുടെ പോക്ക് എന്ന് പല്ലവിക്ക് തോന്നി. അവൾ കീഴ്ചുണ്ട് കടിച്ച് അനുരാഗിന്റെ മുഖത്തേക്ക് നോക്കി. അടുത്ത ഭാഗം നാളെ.